ഇപ്പോഴത്തെ ഈ ഇതനുസരിച്ച്, അതായത് CITC സെക്യൂരിറ്റീസിന്റെ ഒരു ഗവേഷണ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോ ലോഹങ്ങളുടെ വില ഇപ്പോ ഈ കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വീണ്ടും തിരിച്ച് നിലവിൽ വന്നതിനേക്കാൾ വലിയ രീതിയിൽ തിരിച്ചു വരുമെന്നും ഏകദേശം $6000 മുകളിലേക്ക് ഒരു ഔൺസ് സ്വർണത്തിന്റെ വില 2026 അവസാനത്തോടുകൂടി എത്തും എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായേക്കുന്ന ഈ വിലയിടിവ് താൽക്കാലികമാണ്. ഈ വിലയിടിവ് ചിലപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് തുടരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനുശേഷം അത് ശരിയാവുകയും വീണ്ടും വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വെള്ളി വിലയും ഇപ്പോൾ വലിയ ഒരു ഇടിവ് നേരിടുകയാണ്. ആ വലിയ ഇടിവിൽ നിന്ന് അതിജീവിച്ച് വെള്ളി വിലയും കൂടുതൽ ഉയരങ്ങളിലേക്ക് തന്നെ 2026 അവസാനത്തോടുകൂടി എത്തുമെന്ന് ആണ് നമ്മൾക്ക് മാർക്കറ്റ് വിശകലനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ വലിയ രീതിയിലൊരു ഇടിവ്, അതിനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? വലിയ ഒരു ഇടിവിന് സാധ്യതയില്ല. ഏകദേശം 1,00,000 മുകളിൽ തന്നെ സ്വർണ്ണവില നിന്നുകൊണ്ട് വീണ്ടും തിരിച്ചു കയറുന്ന തരത്തിലേക്കാണ് നിലവിലെ സാഹചര്യങ്ങൾ കാണുന്നത്. നിലവിൽ ഉണ്ടായേക്കുന്ന സമ്മർദ്ദങ്ങൾ, വിവിധ രാജ്യങ്ങളിലായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ ഒരു ചെറിയ രീതിയിലൊരു അതിലൊക്കെ ഒരു സമാധാനത്തിന്റെ ഒരു ചെറിയ കാര്യങ്ങൾ വിളിച്ചോളുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ നിലവിലുണ്ടായിരിക്കുന്ന അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ തലവനെ മാറ്റിക്കൊണ്ട് പുതിയ ആളെ വെക്കുന്നതിനുള്ള നീക്കങ്ങൾ, അതാണ് ഇപ്പോൾ ഈ വിലയിടിവിന് പ്രധാനമായി കാരണമായത്. അതോടൊപ്പം തന്നെ വലിയ വിലയ്ക്ക് ആളുകൾ കയ്യിലുണ്ടായിരുന്ന സ്വർണം അല്ലെങ്കിൽ ലോഹങ്ങൾ വിപണിയിൽ വിറ്റഴിച്ച് വലിയ തോതിലുള്ള ലാഭം നേടുന്നതിന് ശ്രമിച്ചു. അതാണ് വലിയ തോതിൽ ഈ വിലയെ താഴേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചു കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഇതൊരു ഒരാഴ്ച കൂടിയൊക്കെ ഈ ഒരു വില ഇടിവ് തുടരാനുള്ള സാധ്യത നിലവിലുണ്ട്. അതിനുശേഷം വീണ്ടും തിരിച്ച് പഴയതുപോലെ വില തിരിച്ചു കയറാനുള്ള സാധ്യതയാണ് വിപണിയിൽ കാണുന്നത്. ഈ ജനുവരി മുതലാണ് സ്വർണ്ണവിലയിൽ ഇങ്ങനെ വലിയ രീതിയിലൊരു കുതിപ്പ്, ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു 5000 അല്ലെങ്കിൽ 6000 രൂപയോളം കുതിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഇതോടെ ഈ 1,31,000 ഒക്കെ എത്തിയപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി സ്വർണം വേണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെ അവരെത്തി. കാരണം സാധാരണക്കാർക്ക് അത് വാങ്ങാനുള്ളൊരു സാമ്പത്തിക ഭദ്രത നിലവിലില്ല. എന്നാൽ ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് തന്നെ പോയി ഇപ്പോഴെങ്കിലും വാങ്ങാമെന്ന് കരുതിയിട്ട് ഈ ജുവലറികളിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വലിയൊരു വർധനവ് വ്യാപാരത്തിന് വലിയ തോതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഇനിയും വില താഴേക്ക് പോകും എന്നുള്ള തരത്തിൽ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ വീണ്ടും വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു തരത്തിലാണ് നിൽക്കുന്നത്. പിന്നെ വില കുറയുമെന്ന് പേടിക്കുന്ന ആളുകൾ ഈ സംബന്ധിച്ച് അത് വിൽക്കാനുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ട്. ഇനി കൂടുതലായി വില കുറയുമോ, അതോ അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ വിറ്റ് പണമാക്കണമോ എന്നുള്ളൊരു ചിന്ത ആളുകൾക്കിടയ്ക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അവരും കൺഫ്യൂസ്ഡ് ആണ്. വീണ്ടും വില കൂടുമെന്നുള്ള റിപ്പോർട്ടുകൾ, ഈ റിപ്പോർട്ടുകളെയൊക്കെ ആശ്രയിച്ച് ഒരുപക്ഷെ തിരിച്ച് വില വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വിൽപ്പനയ്ക്കും ആളുകൾ എത്തുന്നത് നിലവിൽ കുറഞ്ഞൊരവസ്ഥയാണ്. എന്നാലും ഒരുപാട് ആളുകൾ എൻക്വയറി നടത്തുന്നുണ്ട്. വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ടും വില എങ്ങനെ ചേഞ്ച് ആകുമെന്നുള്ളതൊക്കെ ആളുകൾ എൻക്വയറീസ് നടത്തുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.